തോന്നുന്നുണ്ട്. ഞാൻ ഒരു പെൺകുട്ടിയുടെ കാര്യം പറയണമെന്ന് മനസ്സിൽ കരുതിക്കൊണ്ടാണ് വന്നത്. മലാല എന്ന് പറഞ്ഞാൽ മനസ്സിലാകുമോ? മനസ്സിലാകും. നമ്മളെത്ര പേര് ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട്? ഇപ്പം പലരും അത്ഭുതപ്പെട്ടിരിക്കുക, ആരാ മലാല എന്നുള്ളത്. നമ്മുടെ ഇവിടെങ്ങുമല്ല. എവിടെയാ? പാകിസ്ഥാനിൽ അഫ്ഗാൻ തീവ്രവാദികളുടെ വെടിയേറ്റ് വിദേശത്ത് ചികിത്സ ലഭിച്ച് സൗഖ്യം പ്രാപിച്ചു വരുന്ന മലാല കൊച്ചു പെൺകുട്ടിയാണ്. അവരെക്കുറിച്ചുള്ള ഒരു റൈറ്റപ്പിൽ വളരെ ഹൃദയസ്പർശിയായ ഒരു കുറിപ്പ് ഞാൻ കണ്ടു. ഈ തീവ്രവാദികൾക്ക് മലാലയെ തിരിച്ചറിയത്തില്ല. ഈ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പാടില്ല, പെൺകുട്ടികൾക്ക് കാലോചിതമായ വേഷവിധാനങ്ങൾ പാടില്ല, അവർ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഈ മുറിക്കകത്തിരുന്നാൽ മാത്രം മതി തുടങ്ങിയ അഫ്ഗാൻ തീവ്രവാദികളുടെ ഇതിനെ മറികടന്ന് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണം, കാലോചിതമായ വസ്ത്രം വേണം, അത് ഡീസൻ്റായിട്ടുള്ളത്. പിന്നെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവൾ വാദിച്ചപ്പോൾ ഇവളെ കൊലപ്പെടുത്താനായിട്ട് ശ്രമിച്ചു. ഈ കുട്ടികൾ പോകുന്ന ബസ് തടഞ്ഞു നിർത്തി തീവ്രവാദികൾ തോക്കുമായിട്ട് കടന്നിട്ട് ഇവർക്ക് മലാലയെ തിരിച്ചറിയത്തില്ല. കൂട്ടുകാരികളോട് ചോദിച്ചു, ഇതിലേതാണ് മലാല എന്ന്. തോക്ക് ചൂണ്ടി കുട്ടികളുടെ മുഖത്ത് പിടിച്ച് ചോദിച്ചിട്ടും ഒരു കുട്ടി പോലും ഇതാണ് മലാല എന്ന് ചൂണ്ടിക്കാണിച്ചില്ല. ജീവൻ പോകേണ്ടി വന്നാലും സുഹൃത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടരുത് എന്നുള്ള പിഞ്ചു കുഞ്ഞുങ്ങളുടെ കാഴ്ചപ്പാട്. സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാലും സുഹൃത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടരുത് എന്നുള്ള കാഴ്ചപ്പാടുള്ള പിഞ്ചു കുട്ടികൾ. മലാലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അനേക മലാലമാർ ലോകമെമ്പാടും എഴുന്നേൽക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, എഴുന്നേക്കാം.